അത്യാവശ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പടത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി സ്റ്റൈൽസിലായാലും ഓരോ ക്യാരക്ടറിന്റെ കാര്യത്തിലായാലും പിന്നെ നമുക്ക് ഇത്ര ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നാണ്. ലാസ്റ്റ് 8 ഇയേഴ്സായി ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യുന്നു. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ ബ്രഹ്മയോധനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ആക്ച്വലി ആളുകൾ ഏത് രീതിയിലാണ് എടുത്തെങ്കിലും ബട്ട് അതിനകത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആഫ്റ്റർ ബ്രഹ്മയോധം കഴിഞ്ഞ് മമ്മൂക്കയുടെ ടർബോ അത് എല്ലാ ഓഡിയൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ബട്ട് ഭയങ്കര ഹാപ്പി റിവ്യൂസിനകത്തും കാര്യങ്ങളിലും. ഈവൻ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്ന് നിൽക്കാൻ വരെ ധൈര്യം കിട്ടിയത് ടർബോന്റെ സക്സസും മമ്മൂക്കയുടെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളാണ്. താങ്ക് യു മാൻ. അതെ 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 ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഞാനും അഭിജിത്തും എന്ന് പറഞ്ഞ ഡിസൈനറും കൂടിയാണ് ചെയ്തതാണ്. അബിയാണ് മമ്മൂക്കയുടെ പേഴ്സണൽ ഡിസൈനർ. അബിയാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഫാബ്രിക്കും കാര്യങ്ങളും എല്ലാത്തിനും സോഴ്സിങ്ങിന് പോകണം, മമ്മൂക്കയുടെ ട്രയലിങ്ങിന് പോകുന്നതൊക്കെ അബിയാണ്. അഭിജിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിനെ ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ തൊട്ട് ഒറ്റ സ്പേസിലാണ് കഥ പറഞ്ഞു പോകണം, ഒറ്റ കോസ്റ്റ്യൂമാണ് കഥയ്ക്ക് പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓഡിയൻസിൽ നിൽക്കണം. പിന്നെ മമ്മൂക്ക ഒരു മുണ്ടെടുത്തൊക്കെ വരുമ്പോൾ കിട്ടുന്ന മാസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പടത്തിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക മുണ്ട് മടക്കി കുത്തിയിടിക്കുന്നതും പരിപാടികളും അത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഭയങ്കര രസകരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഓരോ ക്യാരക്ടറിനും കാരണം കുറേ കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് ഉള്ള കഥാപാത്രങ്ങളെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ അതൊക്കെ അഭിജിത്തിന്റെ റെഫറൻസ് ആണ്. അത് ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ചെരുപ്പാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി മമ്മൂക്കേനെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന ഒരു മാസ് എന്റർടൈനർ വേഷനകത്ത് മമ്മൂക്കേനെ കാണാൻ വന്നതാണ്. അപ്പോ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു ഓണത്തിനൊക്കെ ട്രെൻഡിങ് ആവും എന്ന് തോന്നുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഈ പറഞ്ഞ ഒരു മമ്മൂക്കയുടെ കോട്രോയ് ഷർട്ട്, ഡബിൾ പോക്കറ്റ്. ഈ പറയുന്ന ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഓരോ കോസ്റ്റ്യൂംസ് ചില ആളുകൾ ഇപ്പൊ ആടുമുണ്ട്, ആവേശത്തിലെ കോസ്റ്റ്യൂം, അതേപോലെ ടർബോ ജോസിന്റെ കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നല്ലൊരു മൂവിയായിരുന്നു. മമ്മൂക്ക എന്താ പറയുക, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നത് മമ്മൂക്ക വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പൊടിപൂരം ലോഡിംഗ് തന്നെ പറയാം. മമ്മൂക്കേനെ കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടറടിച്ചിരിക്കുന്ന സമയത്താണ് രാജ്വി ഷെട്ടിയുടെ ഒരു എൻട്രൻസ്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അമേസിംഗ് ആയിരുന്നു. അതെ, മമ്മൂക്കയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ. പക്ഷേ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത ബിന്ദു ചേച്ചിയാണ്. ബിന്ദു പണിക്കർ ഭയങ്കര ഡയലോഗ്സും ഭയങ്കര മാസമായിരുന്നു. അതെ, പുള്ളിക്കാരത്തിന് മാസം ഡയലോഗ് ഉണ്ട്. അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ മൊത്തത്തിലൊരു മമ്മൂക്കാടിന് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ഏജിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺബിലീവബിൾ ആണ്. അതെ, ഇതിൽ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ ഫൈറ്റ്, പിന്നെ മാർഷൽ ആർട്സ് ഫൈറ്റ്, പിന്നെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, അങ്ങനെ ഒരു 4-5 ഫൈറ്റ്സ് എല്ലാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് ലാസ്റ്റ് മാർഷൽ ആർട്സ് ഫൈറ്റ് ആണ്. അതിൽ മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഡൂപ്പില്ലാണ്ട് ചെയ്ത കുറെ സീൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പം ഈ ഒരു പ്രായത്തിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഹാറ്റ്സ് അപ്പ് ടു യു ആൻഡ് ലവ് യു.